കൊളുത്തിനാഥ തേടി വരുന്നു ഞങ്ങൾ, നിൻ ദിവ്യ സന്നിധാനം തേടി വരുന്നു ഞങ്ങൾ. ഭൂവിൻ പ്രഭുക്കളെല്ലാം നിന്നെ വണങ്ങിടുന്നു, പാരിൻ പ്രതാപമല്ല നിൻ മുൻപിൽ മങ്ങിടുന്നു. മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ആദ്യമായി എല്ലാവർക്കും ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആശംസിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഏടുകളിലൂടെ വീണ്ടും ഒരിക്കൽ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇന്ന് നമ്മൾ നടത്തിയ പ്രദക്ഷിണം വിജയഭേരി മുഴക്കിക്കൊണ്ടുള്ള ഒരു പ്രദക്ഷിണമായിരുന്നു. കാരണം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. രക്ഷ വാഗ്ദാനം ചെയ്ത ഈശോനാഥൻ്റെ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായിരുന്നു ഉയർത്തെഴുന്നേൽപ്പ്. ഉയർപ്പ് തിരുനാൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും തിരുനാളാണ്. നമ്മുടെ എല്ലാവരുടെയും രക്ഷ സാധ്യതമായത് ഈശോ മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വലിയ വിശ്വാസ സത്യത്തിലാണ്. നമ്മളിന്ന് ശ്രവിച്ച വലിയൊരു ചോദ്യമുണ്ട്. മാലാഖമാര് ചോദിച്ച ചോദ്യം, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇപ്രകാരം ഒരു അന്വേഷണത്തിൻ്റെ, തുടരന്വേഷണത്തിൻ്റെ മാത്രം ഒരു ജീവിതമായി നിലകൊള്ളുകയാണ്. മാലാഖമാരെന്താണ് മറുപടി പറഞ്ഞത്? നിങ്ങൾ അന്വേഷിക്കുന്ന ക്രൂശിതനായ ക്രിസ്തു ഇവിടെയില്ല, അരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇപ്രകാരമാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ഈശോയെ അനുഗമിച്ചുകൊണ്ട് കുറേ അധികം ജനങ്ങളുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട്, ഈശോ സഹിക്കുന്ന വേദനകളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ഈശോയെ അനുധാവനം ചെയ്യുവാനായിട്ട് കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഈശോയുടെ കല്ലറയിലേക്ക് ഈശോയെ നോക്കുവാൻ, കാണുവാൻ വളരെ ചുരുക്കം വ്യക്തികളെ വന്നുള്ളൂ. മഗ്ദലന മറിയം, ഈശോയുടെ പാദങ്ങൾ കഴുകിയ മറിയം, ക്ലയോഫാസിൻ്റെ ഭാര്യയായ മറിയം, അങ്ങനെ വളരെ ചുരുക്കം പേര് മാത്രമേ ഈ കല്ലറയിങ്കലേക്ക് ഉദ്ധിതനായ ഈശോയെ കാണുവാനായിട്ട് എത്തിയുള്ളൂ. നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു ചിത്രമാണ് ഈ ഈസ്റ്റർ തിരുനാളിൽ, ഉയിർപ്പ് തിരുനാളിൽ സഭാമാതാവ് നമ്മുടെയൊക്കെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. നാം ഒക്കെ ഒരുപക്ഷെ ഇന്നും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കുരിശിൻ്റെ പിന്നാലെ വിലപിച്ചുകൊണ്ട് പ്രലപിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു ജനസമൂഹമായിട്ടാണ്. വേദനകളും നിരാശകളും മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് യാത്ര ചെയ്ത ആ മനുഷ്യരാണ് ഒരുപക്ഷെ നമ്മളെയൊക്കെ ഇന്നും പ്രതിനിധീകരിക്കുന്നത്. പക്ഷെ മാലാഖ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാണ് വീണ്ടും ഈ അന്വേഷിക്കുന്നത്? ഈശോ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഈശോ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇന്ന് എനിക്കും ചോദിക്കാനുള്ള ചോദ്യം അതുതന്നെയാണ്. നമ്മൾ എത്ര പേര് ഉയിർപ്പിൽ വിശ്വസിക്കുന്നുണ്ട്? ഉദ്ധിതനെ നമ്മൾ എത്ര പേര് അന്വേഷിക്കുന്നുണ്ട്? നമ്മുടെ രക്ഷ പൂർത്തീകരിക്കുന്നത്
ക്രൂശിതനിലൂടെ ഉദ്ധിതനിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ്. നമ്മുടെ യാത്രയൊക്കെ ഇങ്ങനെ പകുതി സ്റ്റക്കായിട്ട് നിന്ന് പോവുകയാണ്. കാരണം അത്രമാത്രം വേദനകളും നൊമ്പരങ്ങളും ഒക്കെ മനസ്സിൽ പേറിക്കൊണ്ട് ആ വേദനകളെയും നൊമ്പരങ്ങളെയും ഒക്കെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ യാത്ര വിജയഭേരിയുടെ യാത്രയാണെന്ന് പറയുമ്പോഴും ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ചൂടിൻ്റെ അസഹനീയമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പം അത്ര വലിയ വിജയഭേരിയൊന്നും മുഴങ്ങുന്നില്ല എന്നതായിരിക്കും മനസ്സിലെ ഭാവം. അത് ആ ചൂടൊന്ന് മാറ്റിവെക്കാം. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ ക്രൂശിതനിലൂടെ ഉദ്ധിതനായ ഈശോയിൽ എത്തിച്ചേരേണ്ട നമ്മുടെ വിശ്വാസ യാത്ര പലപ്പോഴും ആ ക്രൂശിതനിൽ സ്റ്റക്കായിരിക്കുകയാണ്. ഇന്ന് മാലാഖയോടൊപ്പം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ചോദ്യം, ഞാൻ ഇപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ ജീവിതം കുറെ ചോദ്യങ്ങളുമായിട്ട് മാത്രം അവശേഷിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുകയാണോ? പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വലിയ സ്ഫുരണങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ധിതനായ ഈശോ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാണ് എന്ന വിശ്വാസത്തിലേക്ക് വളരുവാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ? എത്രയോ മനോഹരമായ രീതിയിലാണ് ഉയിർപ്പിൻ്റെ ആവിഷ്കാരമൊക്കെ ഇവിടെ നടത്തിയത്. വളരെ രസകരമായിട്ടായിരുന്നു അവർ കഷ്ടപ്പെട്ട്, എനിക്ക് തോന്നുന്നു കുറേ ഏറെ ക്ലേശങ്ങളിലൂടെയൊക്കെ പോയിട്ടാവാം ഇപ്രകാരം ഒരു ഉയിർപ്പിൻ്റെ രംഗാവിഷ്കാരമൊക്കെ നടത്തിയത്. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സംശയം. ഈ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ യാത്ര കുരിശിൽ മാത്രം ഇങ്ങനെ നിലനിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു നവീകരണത്തിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് ഇന്ന് ഉദ്ധിതനായ ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇപ്പോഴും സഹനത്തിന് മാത്രമേ വിലയുള്ളൂ, സ്ഥാനമുള്ളൂ. ഒരുപക്ഷെ നാം ഒക്കെ ഇപ്പോഴും സഹിച്ചുകൊണ്ട് ജീവിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷകൾക്ക്, പ്രത്യാശകൾക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ? വളരെ വ്യക്തമായി ബോധ്യത്തോടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഒരു ദിവസം മുൻപ് നമ്മളെല്ലാവരും ദുഃഖവെള്ളി ആചരിച്ചപ്പോൾ അനേകം ചിന്തകളിലൂടെ ഒരുപക്ഷെ ദുഃഖവെള്ളിയുടെ സന്ദേശങ്ങളൊക്കെ നിങ്ങളെ നയിച്ചിട്ടുണ്ടാകും. ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും അതുപോലെ ഇനിയും ഉത്തരം കിട്ടാത്ത, പ്രത്യേകിച്ച് സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പം അതുമായിട്ട് നമ്മുടെ ജീവിതം അവസാനിക്കരുത് എന്നുള്ളതാണ് ഉദ്ധാനത്തിൻ്റെ സന്ദേശം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഉദ്ധിതനായ ഈശോ നൽകുകയാണ്. മാലാഖ ശൂന്യമായ കല്ലറ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നിറയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ സാധ്യതമാകുന്നത് എന്നുള്ള വലിയ സത്യം. മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത് അനേകം ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും അവസാനമുണ്ടോ? ഏത് പ്രായത്തിലുള്ളവരോടാണെങ്കിലും ചോദ്യങ്ങൾക്ക് യാതൊരു അവസാനവുമില്ല. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ അല്പസമയം, ഒരു ആഴ്ചയിൽ ഒരു ദിവസം, എപ്പോഴും നമ്മളാണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അവർക്ക് അങ്ങനെ കുട്ടികൾക്ക് ഇപ്പം നമ്മൾ പഠിപ്പിക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല, അറിവും തിരിച്ചറിവും ഒക്കെ വേണ്ടുവോളം ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അവരുടെ ചോദ്യങ്ങൾക്കായിട്ട് നമ്മളിങ്ങനെ ചെവി കൊടുക്കുമ്പോൾ അവസാനിക്കാത്ത ചോദ്യശരങ്ങളാണ്. അവസാനിക്കാത്ത ചോദ്യശരങ്ങളുമായി ഒത്തിരി സ്ട്രെസ്സിലൂടെയും ഭീതിയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ജീവിതങ്ങൾ. ഉദ്ധിതനായ ഈശോയെ നോക്കുമ്പോൾ വലിയ പ്രത്യാശയാണ് മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. നമ്മുടെ അവസാനിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നല്ല, അവസാനിക്കാത്ത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ടാണ് നാഥൻ ഉയിർത്തെഴുന്നേറ്റത്. ഉയിർപ്പ് തിരുനാൾ ഈ ഒരു വലിയ മാറ്റത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. ഉയിർത്തെഴുന്നേറ്റ നാഥൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം, നശ്വരതയിലല്ല അനശ്വരതയിലാണ് നമ്മുടെ ജീവിതങ്ങളെ നാം കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ്. നശ്വരതയിലല്ല അനശ്വരതയിലാണ് നമ്മുടെ ജീവിതങ്ങളെ നാം കേന്ദ്രീകരിക്കേണ്ടത്.
ഈശോയുടെ കുരിശ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേകം പേര് ക്രൂശിതനായ ഈശോയെ, വിലപിക്കുന്ന ഈശോയെ, കുരിശിൽ പിടയുന്ന ഈശോയെയൊക്കെ കണ്ടു. എന്നിട്ട് വചനം എന്താണ് എഴുതിയത്? വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ നമ്മളും പലപ്പോഴും ഇതുപോലെ തന്നെ ഈ വിലാപവും ഈ കല്ലുകടിയും പല്ലുകടിയും ഒക്കെ ആയിട്ട് നമ്മൾ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ആ ക്രൂശിക്കപ്പെട്ട ഈശോയിൽ നിന്ന് ഉദ്ധിതനായ ഈശോയിലേക്കുണ്ടായ ഒരു വലിയ മാറ്റം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലുമൊന്നും പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 2024 ഈ ഉയിർപ്പ് തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരുപക്ഷെ നമ്മളും ഈ വേദനകളും സഹനങ്ങളും പരിതാപങ്ങളും പരിഭവങ്ങളുമായിട്ടൊക്കെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരായി മാറിയിട്ടുണ്ട്. എന്തിനാണിത്? എന്ത് ചെയ്താലും ഇതേ ഉള്ളൂ, പിന്നെ എന്തിനു വേറെ മാറി ചിന്തിക്കണം? ഇതൊക്കെയല്ലേ നമ്മുടെ ചിന്തകൾ. വിചാരിക്കാത്ത വ്യക്തികളിൽ നിന്ന്, വിചാരിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ മനം മടുത്തിട്ട് നമ്മളും അന്വേഷിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ? ഇതെന്താണ് ഇതിനൊരു അവസാനം? അനേകം ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉയരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ചോദ്യങ്ങളുടെ എല്ലാം ഒരു ഉത്തരം ഉദ്ധിതനായ ഈശോയിലുണ്ട്. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ആഴപ്പെട്ട് വളരണമെങ്കിൽ ക്രൂശിതനിലൂടെ ഉദ്ധിതനിലേക്ക് ഞാൻ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചോദ്യങ്ങൾക്ക് അവസാനമില്ലാതെ തുടരുന്നതിൻ്റെ അർത്ഥം വിശ്വാസത്തിന് വളർച്ചയ്ക്ക് പകരം ക്ഷയം സംഭവിച്ചു പോകുന്നതിൻ്റെ അർത്ഥം ക്രൂശിതനിൽ നിന്ന് ഉദ്ധിതനിലേക്കുള്ളൊരു വളർച്ചയ്ക്ക് നമുക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ തിരുനാൾ ആഘോഷങ്ങളിലൂടെ 50 ദിവസത്തെ നോമ്പൊക്കെ നോക്കി പ്രാർത്ഥിച്ച് ഉപവസിച്ച് നാം എല്ലാവരും തയ്യാറായ വലിയൊരു തിരുനാൾ, ഒരുപക്ഷെ നമ്മുടെ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളാണ് ഉദ്ധിതന്റെ നിമിഷങ്ങൾ, ഉയിർപ്പിന്റെ തിരുനാൾ. അതിലേക്ക് കടന്നു വന്ന് നമുക്ക് ആ തിരുനാളിൻ്റെ യഥാർത്ഥമായ ചൈതന്യം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു മാറ്റം നമുക്കൊക്കെ അനിവാര്യമാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പേടിയോടെ ഭീതിയോടെ കഴിഞ്ഞിരുന്ന അവർക്കെല്ലാവർക്കും ഒരു മാറ്റം സംഭവിച്ചു. ഉദ്ധിതനായ ഈശോ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ആശംസിച്ച സമാധാനം അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ സാധിച്ചപ്പോൾ മറ്റ് ജനസമൂഹം അവരെ നോക്കി പറയുമായിരുന്നു, നോക്കൂ എത്രമാത്രം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പങ്കുവെച്ച് സാഹോദര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത്. സന്തോഷവും പ്രത്യാശയും പങ്കുവയ്ക്കലും പ്രതീക്ഷയും ഒക്കെയുമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ വലിയ ചൈതന്യമായിട്ട് അവര് പകർന്നു നൽകിയിരുന്നത്. ഇന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ നോക്കി പറയുന്നുണ്ടോ അങ്ങനെ? സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മളെയൊക്കെ ചിത്രീകരിക്കുന്നുണ്ടോ? പല കോണുകളിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ഭീതികരമായ അനുഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ വിശ്വാസ സമൂഹം കുരിശിനെ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. ആ കുരിശിൽ നിന്ന് വിശ്വാസത്തിൽ വളർന്ന് ഉദ്ധിതനിലേക്ക് ഒന്ന് മാറുവാൻ, ഒന്ന് മാറി ചിന്തിക്കുവാൻ നമ്മുടെ വിശ്വാസം ഇതുവരെയും നമ്മെ പ്രേരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ പങ്കുവയ്ക്കുന്ന ചിന്തകളിലുമൊക്കെ ഈ പരിഭവങ്ങളും വേദനകളും നിരാശകളും മാത്രം ഉൾക്കൊള്ളുന്നത്. ഈ കാലഘട്ടത്തിന് നമ്മുടെ ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം എല്ലാ കോണുകളിൽ നിന്നും നമ്മളെ വേദനിപ്പിക്കുന്ന ചിന്തകളും വേദനിപ്പിക്കുന്ന പ്രവർത്തന രീതികളും ചിന്താശൈലികളും ഒക്കെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേരെ സധൈര്യം നിൽക്കണമെങ്കിൽ ഉദ്ധിതനിലേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നു. ക്രൂശിതനിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല നമ്മുടെ ജീവിതം. നശ്വരമായ ചിന്തകളിൽ മാത്രം ഒതുക്കി വെക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നശ്വരമായതിൽ നിന്ന് അനശ്വരതയിലേക്ക്, ക്രൂശിതനിൽ നിന്ന് ഉദ്ധിതനിലേക്ക്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, പ്രതീക്ഷയിലേക്കൊക്കെ മാറ്റപ്പെടേണ്ടതാണ് നമ്മുടെ ജീവിതം. നമുക്കിത് ആത്മാർത്ഥമായി ഉയിർപ്പ് തിരുനാളിന്റെ ദിവസം ഉദ്ധിതനായ നാഥനോട് പ്രാർത്ഥിക്കാം, ഈ ഒരു മാറ്റത്തിന് നമ്മെ ഓരോരുത്തരെയും കാരണമാക്കണമേ എന്ന്. അങ്ങനെ ഒരു മാറ്റം സാധ്യതമാകണമെങ്കിൽ ഉയിർപ്പിന്റെ ഏറ്റവും വലിയ പ്രതീകമായ ശൂന്യമായ കല്ലറ
നാം ഒക്കെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിച്ച് ചെന്നപ്പോൾ മഗ്ദലന മറിയവും സ്ലീഹന്മാരായ പത്രോസും യോഹന്നാനും എല്ലാവരും കണ്ടുമുട്ടിയത് ശൂന്യമായ കല്ലറയാണ്. നമ്മുടെയൊക്കെ മനസ്സുകൾ ശൂന്യമാകുമ്പോൾ മാത്രമേ ഉദ്ധിതന്റെ ചൈതന്യം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ വളർന്നു വരികയുള്ളൂ. ശൂന്യത ഇന്ന് അപ്രത്യക്ഷമായിട്ട് നമ്മുടെ മനസ്സുകളും ഹൃദയങ്ങളും ഒത്തിരി തിങ്ങി നിറഞ്ഞ് ഇരിക്കുകയാണ്. എന്ത് വിചാരങ്ങൾ കൊണ്ടാണ്, എന്ത് വികാരങ്ങൾ കൊണ്ടാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത്? പ്രതീക്ഷ കൊണ്ടാണോ? പ്രത്യാശ കൊണ്ടാണോ? മഗ്ദലന മറിയത്തിന് ഈശോയെ കാണുവാനും ഈശോയെ തിരിച്ചറിയുവാനും സാധിച്ചത് ആ കല്ലറയുടെ ശൂന്യത, സ്വന്തം മനസ്സിന്റെ ശൂന്യത അവൾക്ക് അംഗീകരിക്കുവാൻ സാധിച്ചപ്പോഴാണ്. വചനം പറയുന്നു, അവളിൽ നിന്ന് 7 പിശാചുക്കളെ ഈശോ ബഹിഷ്കരിച്ചിരുന്നു. മനസ്സും ഹൃദയവുമെല്ലാം തിന്മയിൽ നിന്ന് ശൂന്യമാക്കപ്പെട്ടിരുന്നു. പ്രിയമുള്ളവരെ, ശൂന്യമായ കല്ലറ ഈ വിശ്വാസത്തിന്റെ ആഴത്തിലുള്ള വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നതാണ് ഇന്നത്തെ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം. എന്തൊക്കെ വിചാരങ്ങൾ കൊണ്ടാണ് നമ്മുടെ മനസ്സുകൾ നിറഞ്ഞിരിക്കുന്നത്? വിദ്വേഷത്തിന്റെ, പകയുടെ, വൈരാഗ്യത്തിന്റെ, വിട്ടുകൊടുക്കാനുള്ള വൈമനസ്യത്തിൻ്റെ ഒക്കെ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സുകൾ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ശൂന്യത നമ്മെ സംബന്ധിച്ച് അർത്ഥശൂന്യമായി മാറുകയാണ്. ക്രൂശിതനിൽ നിന്ന് ഉദ്ധിതനിലേക്ക് മാറുവാനായിട്ട് ഒരുപക്ഷെ നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ആ ഒരു ശൂന്യത അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. തിന്മയുടെ ശക്തികൾ അത്രമാത്രം നമ്മുടെ മനസ്സുകളിലൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കല്ലറയിലേക്ക് നോക്കിയപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന ചോദ്യത്തിന് മഗ്ദലന മറിയത്തിനൊക്കെ വ്യക്തമായ ഒരു ഉത്തരമുണ്ടായിരുന്നു. ക്രൂശിതനായ ഈശോയെയാണ് അന്വേഷിക്കുന്നത്. മാലാഖമാര് പറയുന്നു, അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. അത് പൂർണ്ണമായും സ്വീകരിച്ചു മഗ്ദലന മറിയം. ആ സത്യം പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ അവളുടെ മനസ്സും ഹൃദയവും ഒക്കെ സജ്ജമായിരുന്നു. അവൾ ഓടി ഈ ഒരു സന്തോഷ വാർത്ത മറ്റ് ശിഷ്യന്മാരെ പേടിയോടെ വിറയലോടെ ഇരുന്ന് ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. എല്ലാവരും തീർത്തും നിരാശയിലായിരുന്നു. യഹൂദജനം മുഴുവനും നിരാശയിലായിരുന്നു. ഈശോയുടെ ഉദ്ധാനത്തിന്റെ ആ വലിയ സന്തോഷം സ്വീകരിക്കാൻ തക്ക രീതിയിലുള്ള പ്രതീക്ഷയൊന്നും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഈ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ ഈശോയുടെ ഉദ്ധാനം പൂർണ്ണമായി സ്വീകരിക്കാനും മനസ്സിലാക്കാനും സാധിച്ചുള്ളൂ. പ്രിയമുള്ളവരെ, നാം എല്ലാവരും പ്രതിനിധീകരിക്കുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ്. ഈ വലിയ ജനസമൂഹത്തിന്റെ പ്രത്യേകത നിരാശയിലും വേദനയിലും മനസ്സുകളിൽ ഇങ്ങനെ നൈരാശ്യവും നെഗറ്റീവായിട്ടുള്ള ചിന്തകളുമൊക്കെ തിങ്ങി നിറഞ്ഞ് കുരിശിൽ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ട് കുരിശിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിത ശൈലിയുടെ ഉടമകളായിട്ടുള്ള ഒരു വലിയ ജനസമൂഹമാണ് നാം എല്ലാവരും. നമുക്കൊന്ന് മാറുവാനായിട്ട് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും ഈ മാറ്റമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വിശ്വാസ ജീവിതത്തിന് അർത്ഥവും പ്രസക്തിയും ഉണ്ടാവുകയുള്ളൂ. നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും പരിഭവത്തോടെ പറയുന്നില്ലേ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുവാൻ, വിശ്വാസത്തിൻ്റെതായ അനുഷ്ഠാനങ്ങളിൽ സത്യസന്ധതയോടെ ഭക്തിയോടെ ഒന്ന് ഇടപെടുവാൻ നമുക്കൊക്കെ സാധിക്കാത്തതിൻ്റെ കാരണം ഈ ഒരു വളർച്ചയുടെ അഭാവം കൊണ്ടാണ്. ഈ 2024 ഉയിർപ്പ് തിരുനാൾ ഇപ്രകാരം കുരിശിൽ നിന്ന് ഉദ്ധിതനിലേക്ക് വളർന്നു വരുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ ഒരു ശക്തിയാണ് നമുക്കെല്ലാവർക്കും പ്രതീക്ഷയും പ്രത്യാശയും പകർന്നു നൽകേണ്ടത്. നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ഉദ്ധിതനായ നാഥന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ ഒരു വലിയ തീരുമാനം എടുക്കുകയും ചെയ്യാം. നാളിതുവരെ ഞാനും എൻ്റെ മനസ്സിനെ കുത്തി നിറച്ചിട്ടുണ്ട്. വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും തിന്മകൾ നിറഞ്ഞ ചിന്തകൾ കൊണ്ട് എൻ്റെ മനസ്സിനെ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ കല്ലറയുടെ ഒരു ശൂന്യത ആദ്യം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടാവട്ടെ, ശൂന്യമാക്കപ്പെടട്ടെ. ആ ശൂന്യതയിലേക്ക് ഉദ്ധിതനായ നാഥന്റെ സമാധാനവും പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിന് കൂടുതൽ അർത്ഥമുണ്ടാകും, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ ബോധ്യമുണ്ടാവും. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഉദ്ധിതനായ നാഥന്റെ ചൈതന്യവും സമാധാനവും സ്വീകരിച്ചുകൊണ്ട് ആ സമാധാനം പകർന്നു നൽകുന്ന സമാധാനത്തിന്റെ വക്താക്കളായി മാറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുകയും ചെയ്യും. ഇതാണ് 2024 ഈ ഉയിർപ്പ് തിരുനാളിന്റെ സന്ദേശമായി പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നശ്വരമായതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അനശ്വരതയിലേക്ക്, ഉദ്ധിതനായ നാഥനിലേക്ക് വളരുവാൻ,
ഉദ്ധിതനായ നാഥൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുമ്പോൾ പ്രാർത്ഥന ഇത് മാത്രമാണ്. ക്രൂശിതനിൽ നിന്ന് ഉദ്ധിതനിലേക്ക് വളരുവാൻ, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, സമാധാനത്തിൻ്റെ വക്താക്കളായി മാറുവാൻ ഈ തിരുനാളാഘോഷം നമ്മെ എല്ലാവരെയും ശക്തരാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അടുത്ത കുർബാന രാവിലെ 7 മണിക്ക്. ഏപ്രിൽ 1, 2 തീയതികളിൽ വേദപാഠം ബൈബിൾ ഇൻറ്റൻസീവ് കോഴ്സ് രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെയാണ്. അടുത്ത ഞായറാഴ്ച പാരിഷ് കൗൺസിൽ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച ദിവസം സിമിത്തേരിയിൽ ഒപ്പീസ് ഉണ്ടായിരിക്കും. മാസാദ്യ ചൊവ്വാഴ്ച രാവിലെ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം സെയിൻറ്റ് ആൻ്റണി കപ്പേളയിൽ നൊവേന ഉണ്ടായിരിക്കും. ഏറ്റെടുത്ത് നടത്തുന്നവരുണ്ടെങ്കിൽ പേര് തരിക. CLCയുടെ നേതൃത്വത്തിൽ ഈസ്റ്ററിൻ്റെ കർമ്മങ്ങൾക്ക് ശേഷം മുട്ട വിതരണം ഉണ്ടാവും. അതിനകത്തൊരു നമ്പറുണ്ട്. കഴിഞ്ഞ തവണ അവർ നടത്തിയതുപോലെ ആ നമ്പർ നോക്കിയിട്ട് അതിൽ 3 സമ്മാനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുക. മുട്ട കിട്ടുമ്പോഴേ കഴിച്ചേക്കരുത്. ആ തൊണ്ടിലാണ് നമ്പർ. പ്രത്യേകമായിട്ടത് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മാർട്ടിൻ മാണിക്കനാമ്പറമ്പലച്ചനാണ് നമ്മുടെ കുർബാനയ്ക്ക് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ മരണത്തെ പരാജയപ്പെടുത്തുകയും പുതിയ ജീവൻ നൽകി മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ നരകത്തിന്റെ വാതിൽ തകർക്കുകയും പാപത്തിന് ദുഷിച്ച ഫലങ്ങൾ നീക്കിക്കളയുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ ശത്രുക്കളെയെല്ലാം ലജ്ജിപ്പിക്കുകയും വിശ്വസ്തരായ ശിഷ്യഗണത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ അങ്ങിൽ ശ്വസിക്കുന്ന സകലർക്കും പ്രകാശപൂർണമായ പുതിയ ജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹനീയമായ ഉദ്ധാനത്താൽ സ്വർഗ്ഗരാജ്യത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ദൈവസ്നേഹം ഞങ്ങൾ വർഷിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായെ, അങ്ങയുടെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ടതിനെ നിറയ്ക്കണമേ. അങ്ങയുടെ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്ന് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിന് യോഗ്യരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സ്നേഹത്തിന്നൽത്താരേ ഒരു യാഗദ്രവ്യമാകാൻ ചേർക്കുന്നു ഞങ്ങളെയും. സ്വീകരിക്കണമേ നീ സദയം. കാഴ്ചയായി ഉയരുന്ന അപ്പവും വീഞ്ഞും നീയും നിലവുമായി തീരും പോലെ ഒരു നീർക്കണം വീഞ്ഞിലലിയുന്ന പോലെ ഞങ്ങളെ നിന്റേതായി മാറ്റണമേ. അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും
സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനായി കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. സർവശക്തതാതനാം ഏകദൈവമേ, വിശ്വസിപ്പൂ മർത്യരാം ഞങ്ങളങ്ങയിൽ. ലോകമെന്ന പോലെ ദർശലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവപാലക സർവശക്തതാതനാമേക ദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായെങ്കിലോടവേ ഭക്തിരക്ഷ നൽകുവാൻ പാവനാത്മന ഭക്തിപൂർണമാമിഹേ കന്യകാത്മജൻ.
സ്വർഗമാർന്ന മഹിമയോടെ നിത്യപിതാവിൻ വലത് ഭാഗമാർന്നു വാഴും മഹിത കാന്തിയിൽ ഒടുവിലെത്തുമീ മഹിയിലന്നു വിധിയുമായി സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരാ. ഏകമാണു ധന്യമാണു പാവനം സഭ ശ്ലൈകിക പ്രഭാവമാർന്ന സാർവജനീനം പാവമോചനം തരുന്ന ജ്ഞാനസ്നാനവും കേട്ടു ചൊല്ലു സാദരം ഞങ്ങളേവരും. മുക്തിയാമുയർപ്പു നിത്യജീവനം പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാകുമേക ദൈവമേ വിശ്വസിപ്പു സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ മോനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് കൃഷിയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ.
ചരാചര കർത്താവാ ദൈവത്തിന് ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൊവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓർശലേം നാഥന് ഓശാന, വൃത്തിൽ നിന്നും ഉയരും സ്തുതിഗീതങ്ങളാ. ഓശാന ഓശാന ദാവീദാത്മജനോശാന. ഓശാന ഓശാന ദാവീദാത്മജനോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ച് കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ മെത്രാനും മറ്റെല്ലാ പിതാക്കന്മാർക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ പ്രാർത്ഥനാ സമൂഹത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും.
അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാൽസിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനയുടെ സമയമായി, ആരാധ്യനാഥന്റെ സാന്നിധ്യമായി. ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗാദി പീഡകൾ എല്ലാം തിരുമുൻപിൽ അർപ്പിച്ചിടാം. ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗാദി പീഡകൾ എല്ലാം തിരുമുൻപിൽ അർപ്പിച്ചിടാം. ആരാധനയുടെ സമയമായി, ആരാധ്യനാഥന്റെ സാന്നിധ്യമായി. ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗാദി പീഡകൾ എല്ലാം തിരുമുൻപിൽ അർപ്പിച്ചിടാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. ആത്മാവിൻ പരിരക്ഷണമതിനെ ദിനവും തിരുമേയും. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ
അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന നദനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങയിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. കർത്താവേ, പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകൾ ശക്തങ്ങളാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ മരണത്തിന്റെ ഉയർപ്പിന്റെ നിത്യസ്മാരകമായ ഈ മഹാരസ്യങ്ങളെ പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാം. ഗോകുൽത്താമലയിൽ ചുടുചോര ചിന്തി ഈശോയൻ പാപ പരിഹാരമാ സ്വർഗീയവാതിൽ തുറന്നു എനിക്കായി തിരുമാംസരക്തത്താൽ വിരുന്നൊരുക്കി. ഈശോയേ എന്നിൽ വന്നിടണേ,
സ്നേഹത്തിൻ സാന്ത്വനം പകർന്നു നൽകാൻ സ്നേഹത്തിൻ പറുദീസ തീർത്തു നാഥൻ. സ്നേഹത്തിൻ സാന്ത്വനം പകർന്നു നൽകാൻ സ്നേഹത്തിൻ പറുദീസ തീർത്തു നാഥൻ. ജീവൻ സമൃദ്ധമായി നൽകിയിടുവാൻ തിരുവോസ്തിയായി എന്നിലടഞ്ഞിടുന്നു. ജീവൻ സമൃദ്ധമായി നൽകിയിടുവാൻ തിരുവോസ്തിയായി എന്നിലണഞ്ഞിടുന്നു. ഈശോയേ എന്നിൽ വന്നിടണേ, ഈശോയേ എന്നിൽ അലിഞ്ഞിടണേ, ഈശോയേ എന്നിൽ വന്നിടണേ, ഈശോയേ എന്നിൽ അലിഞ്ഞിടണേ. പുരോഹിത കരങ്ങളിൽ നീ ഉയരുമ്പോൾ ഉണരും നിന്നാത്മാവും സന്തോഷത്താൽ. പുരോഹിതകരങ്ങളിൽ നീ ഉയരുമ്പോൾ ഉണരും നിന്നാത്മാവും സന്തോഷത്താൽ. ആയിരം തിരി തെളിച്ചെന്നാത്മകോവിലിൽ ആരാധ്യനേശുവേ വാഴ്ത്തിടും ഞാൻ. ആയിരം തിരി തെളിച്ചെന്നാത്മകോവിൽ ആരാധ്യനേശുവേ വാഴ്ത്തിടും ഞാൻ. താമലയിൽ ചുടുചോര ചിന്തി ഈശോയൻ പാപ പരിഹാരമാ സ്വർഗീയവാതിൽ തുറന്നു എനിക്കായി തിരുമാംസരക്തത്താൽ വീരുന്നൊരുക്കി. ഈശോയേ എന്നിൽ വന്നിടണേ, ഈശോയേ എന്നിൽ അലിഞ്ഞിടണേ, ഈശോയേ എന്നിൽ വന്നിടണേ, ഈശോയേ എന്നിൽ അലിഞ്ഞിടണേ. ചെറുതാകുമീ അപ്പത്തിനുള്ളിൽ വലുതാകുമാ സ്നേഹം തന്ന് ഒരു തുള്ളി മുന്തിരിച്ചാറിൽ നാഥൻ കടലോളം സ്നേഹം നിറച്ചു. നിത്യമാം ജീവൻ ചൊരിഞ്ഞു. ചെറുതാകുമീ അപ്പത്തിനുള്ളിൽ വലുതാകുമാ സ്നേഹം തന്ന് ഒരു തുള്ളി മുന്തിരിച്ചാറിൽ നാഥൻ കടലോളം സ്നേഹം നിറച്ചു. നിത്യമാം ജീവൻ ചൊരിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ വാർത്താൽ സർവ്വപരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. ഔന്നത്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് ആചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉദ്ധാനത്തിന്റെ രഹസ്യത്തിൽ അങ്ങ് ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയിർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ഉദ്ധാനത്താൽ മാനവരിൽ മോദമുണർത്തിയ തിരുനാഥൻ തൻ പ്രിയവധുവാം തിരുസഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഉദ്ധിതനീശോ മിശിഹാതൻ ശാശ്വതമായ സമാധാനം സഭയിലും അവൾ തൻ തനയരിലും നിതരാം ശാന്തി വിതയ്ക്കട്ടെ. വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഉദ്ധാനത്തിൻ സാക്ഷികളായി ധരയിതിലെങ്ങും പ്രഭവീശാൻ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിരങ്ങൾ ചെയ്യ കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയെ ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. എപ്പോഴും പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ജീവിക്കുവാൻ ഉദ്ധിതനായ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ, CLC കുട്ടികളുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ എഗ് തയ്യാറാക്കിയിട്ടുണ്ട്.
ഈസ്റ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരും മുട്ടയുടെ തൊലി പൊളിക്കരുത്. നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന 3 പേർക്ക് ഞങ്ങളിവിടെ സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. നറുക്കെടുപ്പിനായിട്ട് സ്നേഹം നിറഞ്ഞ വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. മുട്ട പുറത്ത് കൊടുക്കുന്നുണ്ട്, അത് വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ അകത്തേക്ക് വരാനായിട്ട്. നറുക്കെടുപ്പിൻ്റെ നമ്പർ ഇവിടെ വിളിച്ചു പറയും. സമ്മാനം കൊടുക്കുന്നത് പുറത്തായിരിക്കും. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോവുക. നമ്പർ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. മോള് ആദ്യം 3-ാം സമ്മാനമാണ് നൽകുന്നത്. നമ്പർ 324 324. 3-ാം സമ്മാനം. മൂന്നാം സമ്മാനത്തിൻ്റെ ആ നമ്പർ ശ്രദ്ധിക്കുക. പുറത്ത് വരുമ്പോൾ സമ്മാനം തരും. ഒരു നമ്പർ ഈ നമ്പർ ഒന്നാം മൂന്നാം സമ്മാനത്തിൻ്റെ നമ്പറാണ് നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തത്. ഇനി 2 കൊണ്ട് 1 ഉണ്ട്. അത് പുറത്ത് വെച്ച് അനൗൺസ് ചെയ്യുന്നതാണ്. എല്ലാ